10 ലക്ഷം രൂപ കമ്മീഷനായിട്ട് ആസിഫ് അലിയുടെ മാനേജർ നവീനും ജിത്ത് പരപ്പനംകോടും ആസിഫ് അലി അറിയാതെ വാങ്ങിയിട്ടുണ്ട്. ഇത് എന്നോട് തോഫീക്കാർ പറഞ്ഞ കഥയാണ്. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പലതരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും വൃത്തികേടുകളും ഈ കുറച്ചായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ അടുത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന വൃത്തികേടുകൾ പലതും പുറത്തു വരികയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പേരിൽ ഇവിടെ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടൊന്നും ഇല്ല. അത് ഉണ്ടാവാൻ ചാൻസും ഇല്ല. കാരണം എന്താ, ഈ സാധനമുള്ളവരാണല്ലോ ലൈക്ക് ഇൻഡസ്ട്രിയിലുള്ളവരിൽ ഭൂരിഭാഗം ആളുകളും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈസ വാരുന്ന ഒരു പരിപാടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയകത്ത് തന്നെയാണ്. പ്രൊഡക്ഷനും അതിൻ്റെ അകത്ത് അഭിനയിക്കുന്നതും ഒക്കെ ഒരുപാട് കാശുകൾ ഇവിടെ ആളുകൾക്ക് നേടിക്കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ചെയ്യാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു ശിക്ഷ കിട്ടിയാൽ തന്നെ കുറച്ചു കാലത്തേക്ക്, അത് കഴിയുമ്പോൾ പൊട്ടുപോലെ ഇറങ്ങി പുറത്ത് നടക്കും. അപ്പൊ എന്താണെങ്കിലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പോ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു വലിയ പ്രശ്നം ഇപ്പോൾ ഒരു വ്യക്തി മുന്നോട്ട് വന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല അതിനെ, ഒരാളെ നല്ല വ്യക്തമായിട്ട് നിന്ന് പറ്റിച്ചു, കോടികൾ പറ്റിച്ചു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്. അതും ആസിഫ് അലി അഭിനയിക്കാനിരുന്നിരുന്ന ഒരു സിനിമയുടെ പേരും പറഞ്ഞ്. ഈ വാർത്ത നിങ്ങൾ എന്തായാലും ഒന്ന് കാണൂ, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ഇത് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഒരു ചാനൽ എന്ന് പറയാൻ പറ്റില്ല, 2-3 ചാനൽ കവർ ചെയ്തിട്ടുണ്ട്. ഒരു നമ്മുടെ എറണാകുളം പ്രസ് ക്ലബ്ബിൽ വന്നിരുന്ന് സംസാരിച്ചതാണ്. പക്ഷെ ഇതൊന്നും അധികം ആളുകൾ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ട്? വലിയൊരു മീഡിയ സപ്പോർട്ടോ ഒന്നും ഈ ഒരു വ്യക്തിക്ക് കിട്ടിയില്ല. എന്തുകൊണ്ടൊരു പരിധിയിൽ കൂടുതൽ മീഡിയ സപ്പോർട്ട് ചെയ്യുന്നില്ല? ഏകദേശം 1.5 കോടി രൂപയോളം നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. പുള്ളിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തായാലും കേൾക്കൂ. ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രം ഇത് റിലീസിന് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. എൻ്റെ കയ്യിൽ നിന്നും 1.55 കോടി രൂപയോളം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ എല്ലാവരും കൂടെ ചേർന്നിട്ട്, തോഫീക്ക് ആർ എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിയാണ് എൻ്റെ കയ്യിൽ നിന്നും ഈ 1.55 കോടി, ആസിഫ് അലിയുടെ ഡേറ്റ് ഉണ്ട്, നമുക്ക് ഒരുമിച്ച് സിനിമ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെ അപ്രോച്ച് ചെയ്യുകയും അയാൾ ഇത് ഡയറക്റ്റായിട്ട് ആസിഫ് അലിയുമായിട്ട് പോയിട്ട് എന്നെ അവോയ്ഡ് ചെയ്ത് എന്നെ ഒഴിവാക്കിയിട്ട് ആസിഫ് അലിയുമായിട്ട് ഡയറക്റ്റ് എഗ്രിമെൻറ്റ് പോയി ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. പൂർണ്ണമായും എന്നെ ഇതിൽ നിന്നകത്ത് ഒഴിവാക്കി. അദ്ദേഹം, ഞാനിത് അറിഞ്ഞപ്പോൾ നമ്മൾ കോടതിയുമായി സമീപിക്കുകയും കോടതിയിൽ പോവുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം ഈ പറയുന്നത് പോലെ ഇതിൻ്റെ ഒറിജിനൽ എഗ്രിമെൻറ്റ്, ആസിഫ് അലിയുമായിട്ടുള്ള സിനി ആർട്ടിസ്റ്റ് എഗ്രിമെൻറ്റ് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ഇതിൻ്റെ ഈടായിട്ട് താങ്കൾ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയും അതിനുശേഷം ഇത് നൈസാം സലാം പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ബാനറിലേക്ക് ഇവർ ഒരുമിച്ച് കോൺസ്പയർ ചെയ്ത് ഇത് മറിച്ച് അങ്ങോട്ട് എഴുതി മാറ്റുകയും ചെയ്തിട്ടുള്ളതാണ് സിനിമ. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആസിഫ് അലി അഭിനയിക്കാൻ ഇരുന്നിരുന്ന ഒരു സിനിമയുടെ പേരും പറഞ്ഞ് ഇദ്ദേഹത്തിനെ 1.5 കോടി രൂപ പറ്റിച്ചു എന്നാണ് പറയുന്നത് തൗഫീഖ് എന്ന് പറയുന്ന ആള്. ഇദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് സംശയം തോന്നും. കാരണം എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് തോന്നും. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലിപ്പ് ബേസ് ചെയ്ത് മാത്രമേ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോവുകയാണെങ്കിൽ അതിനകത്ത് ഇദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. നിങ്ങളെയും കൂടെ കൺഫ്യൂസിംഗ് ഒരു പരിധിയിൽ കൂടുതലാക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അതും കൂടെ ഇവിടെ എടുത്തോണ്ട് വരുന്നില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇദ്ദേഹത്തിനെ പറ്റിച്ചു. വളരെ ശക്തവുമായിട്ട് ഇദ്ദേഹത്തെ അങ്ങനെ പറ്റിച്ചു. കാശ് മേടിച്ചിട്ട് പോയി ഇരുന്നോടാ മോനെ എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന എല്ലാ ആളുകളോടുമാണ്, നിങ്ങളുടെ കയ്യിൽ കാശ് കാണും എന്ന് വെച്ചിട്ട് ഏതെങ്കിലും ഒരുത്തം വന്ന് മറ്റേ ആ നടന്റെ ഡേറ്റ് എൻ്റെ കയ്യിലുണ്ട് നമുക്ക് പടം ചെയ്യാമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ദൈവത്തെ ഓർത്ത് ഒന്നും കാണാതെ പോയി പൈസയൊന്നും എടുത്ത് കൊടുക്കരുത്. അത് ആദ്യത്തെ ഒരു പാഠം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊന്ന് പറഞ്ഞു തരുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഇനി ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹം ഈ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിച്ചു തന്നതിനകത്ത് തന്നെ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആസിഫ് അലിയുടെ ഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ആസിഫ് അലിയെ പോയി കണ്ട്, ആദ്യമേ ഇദ്ദേഹത്തിനോട് പറയുന്നത് ആസിഫ് അലിയുടെ ഡേറ്റ് ഉണ്ടെന്നാണ്. പിന്നെ ആസിഫ് അലിയെ പോയി കണ്ട് ഡേറ്റ് ഒക്കെ റെഡിയാക്കി ആ സമയത്ത് എന്നെ ഒഴിവാക്കിയിട്ടാണ് ആസിഫ് അലി എടുക്കാൻ പോകുന്നത്. പിന്നെ പൈസ എൻ്റെ നിന്ന് കൊണ്ടുപോയി. അതിനുശേഷം ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എന്തോ കേസുമായിട്ട് കോടതി വഴി ചെന്നപ്പോഴത്തേക്ക് ആ എഗ്രിമെന്റ് ഒക്കെ എനിക്ക് തന്നു എന്നുള്ള കാര്യമൊക്കെ ഇദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാവരും അതൊന്ന് ഓർത്ത് വെച്ചോണേ. എനിക്ക് ഈ കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നി. അപ്പം തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ബാക്കിയും കൂടെ ഒന്ന് കേൾക്കുക. 1.55 കോടി രൂപയോളമാണ് ഈ തോഫീക്കാർ വാങ്ങിച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എഗ്രിമെൻ്റ്, ഒറിജിനൽ എഗ്രിമെൻറ്റും ചെക്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഈ തോഫീക്ക് ആറ് ഇടപെടുത്തിയ ഓളം സിനിമയുടെ ഡയറക്ടർ അഭിലാഷ്, VS അഭിലാഷ് എന്ന് പറയുന്ന ആൾ, സാംജിദ് മുഹമ്മദ് എന്ന് പറയുന്ന ലൂസിഫർ സിനിമയുടെ എഡിറ്റർ, ഇവർ രണ്ടുപേരോട് ചേർന്നിട്ട് എൻ്റെ കാറിൽ നിന്നും ബൂസ്റ്റർ ചായയുടെ മുമ്പിൽ വെച്ച്, നമ്മളുടെ ഒരു സൗഹൃദം കൂടിയിട്ട് ബൂസ്റ്റർ ചായയുടെ മുമ്പിൽ വെച്ച് എൻ്റെ കാറിൽ നിന്നും എന്നെ ഭീഷണിപ്പെടുത്തി
ഈ 1.55 കോടി രൂപയുടെ എഗ്രിമെൻറ്റും ചെക്കും ഭീഷണിപ്പെടുത്തി മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. ആസിഫ് അലിയുടെ ഒറിജിനൽ എഗ്രിമെൻ്റ് ഉൾപ്പെടെ ചെക്കും എഗ്രിമെൻറ്റും ഒറിജിനൽ എഗ്രിമെൻറ്റും സിനി ആർട്ടിസ്റ്റ് എഗ്രിമെൻറ്റ് ആസിഫ് അലിയുടെ എഗ്രിമെൻറ്റും എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഓക്കെ, മോഷ്ടിച്ചുകൊണ്ട് പോയി. അതായത് ആദ്യമേ ഈ തൗഫീഖ് ഇയാളെ മീറ്റ് ചെയ്യാൻ വരുന്നു, ആസിഫ് അലിയുടെ ഡേറ്റ് ഉണ്ടെന്ന് പറയുന്നു, അതിനുശേഷം പൈസ മേടിക്കുന്നു. അത് ഇദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കോടതിയിൽ പോയി. ഇയാൾ തന്നെ പറയുന്നതാണ്, കോടതി വഴി മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഇയാൾ ആസിഫ് അലിയുടെ സിനി ആർട്ടിസ്റ്റ് എഗ്രിമെന്റും കാര്യങ്ങളും ഒക്കെ ഇദ്ദേഹത്തിന് കൊടുക്കുന്നു. അതിനുശേഷം ഇതിനകത്തേക്ക് ഇദ്ദേഹത്തെ പിന്നെ മീറ്റ് ചെയ്യുന്നത്, ഈ സിനിമയായിട്ട് വന്ന് മീറ്റ് ചെയ്യുന്നത് നമ്മുടെ ലൂസിഫർ സിനിമയുടെ എഡിറ്ററും അതുപോലെ തന്നെ വേറൊരു വ്യക്തി എല്ലാവരും കൂടെ ഇദ്ദേഹത്തെ വന്ന് മീറ്റ് ചെയ്യുന്നു. മീറ്റ് ചെയ്തിട്ട് ബൂസ്റ്റർ ചായയുടെ അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നു. സൗഹൃദമായിരുന്നു. ആ സമയത്ത് ഈ ബൂസ്റ്റർ ചായയുടെ അവിടെ വെച്ച് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അത് എടുത്തുകൊണ്ട് പോയി എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പക്ഷെ ഇദ്ദേഹം ആദ്യമേ പറഞ്ഞത്, അതായത് ഇപ്പൊ ഒരു കേസ് ഇപ്പൊ ഫയൽ ചെയ്തിട്ടുണ്ട്, അതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഒരു കേസ് കൊടുത്തപ്പോഴാണ് ഈ ഒരു സിനി ആർട്ടിസ്റ്റ് എഗ്രിമെന്റ് ഒക്കെ കൊടുത്തതെന്ന് പറയുന്നുണ്ട് കോടതി വഴി പോയപ്പോഴത്തേക്ക്. അതെനിക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. നമുക്ക് ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ ഒരാളെയും പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മളിത് നേരിട്ട് കണ്ടിട്ടില്ല. ഇദ്ദേഹം കുറെ സാക്ഷികളും പരിപാടികളും ഒന്നും ഇല്ല. കുറെ തെളിവുകൾ എന്ന രീതിയിൽ ഇദ്ദേഹം കുറെ പേപ്പർ കട്ടിങ്സും പേപ്പർ പരിപാടികളും ഒക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്, എഗ്രിമെന്റും കാര്യങ്ങളും ഒക്കെ. അതിനകത്തൊക്കെ എന്തെങ്കിലും ഉടായിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം ഇദ്ദേഹം പറയുന്ന ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഇദ്ദേഹത്തിന് ലൈക്ക് മാധ്യമങ്ങളുടെ ഫ്രണ്ടിലിരുന്ന് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ സംസാരിച്ച് കുളമാക്കുന്നതായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും എനിക്ക് കുറെ സംശയങ്ങൾ ഇങ്ങനെയുള്ള അവിടെ ഇവിടെയൊക്കെ വന്നു. ഇതാണോ ആദ്യത്തെ കേസ്, അതോ ഇതിനു മുമ്പും ഇദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറെ ഡൗട്ടുകൾ. അതൊന്നും ഇദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുന്നതുമില്ല. ഇപ്പൊ എന്തായാലും ഈ വന്ന രണ്ടുപേര്, അതായത് ഈ ഒരു ലൂസിഫറിന്റെ എഡിറ്ററും പിന്നെ വേറൊരു വ്യക്തിയും കൂടെ വന്ന് ഇദ്ദേഹത്തെ കണ്ട് ബൂസ്റ്റർ ചായയുടെ അവിടുന്ന് ഈ സാധനമൊക്കെ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് വേറൊരു പ്രൊഡക്ഷൻ കമ്പനിക്ക് ഈ ഒരു പടത്തിന്റെ ബാക്കി റൈറ്റ്സും കാര്യങ്ങളും എല്ലാം എഴുതി കൊടുക്കുന്നു. ബാക്കി ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഇവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഫിലിം ചേംബറിൽ വെച്ചിട്ട് ഒരു കോൺസ്പിറസി നടത്തിയിട്ട് ഈ തോഫീഖ് ആർ ഇത് നേരെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ആസിഫ് അലിയുടെ മാനേജറായ നവീൻ എന്ന് പറയുന്ന ആളുടെ കയ്യിലാണ്. അവിടെ ഉണ്ടായിരുന്നത്, ഈ കേരള ഫിലിം ചേംബറിൽ ഉണ്ടായിരുന്നത് നൈസാം സലാം പ്രൊഡക്ഷൻസിൻ്റെ അഡ്വക്കേറ്റ്, അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല, അഡ്വക്കേറ്റ്, ഈ സിനിമയുടെ ഡയറക്ടറായ സേതുനാഥ് പത്മകുമാർ, ഇങ്ങനെ എല്ലാവരും ചേർന്ന് കോൺസ്പയർ ചെയ്തിട്ട് ഒരു വൻ സാമ്പത്തിക തട്ടിപ്പ് ഇതിനകത്തിൽ നടത്തിയിട്ടുണ്ട്. ഇത് ഇവിടുന്ന് ആസിഫ് അലിയുടെ ഒറിജിനൽ എഗ്രിമെൻറ്റ് വിവേകിന് ഈടായിട്ട് കൊടുക്കുകയാണ് ആദ്യം ചെയ്തത്, ഈ ഒരു പൈസയുടെ ഈടായിട്ട്. ആ എഗ്രിമെൻറ്റ് തിരികെ കിട്ടിയാൽ മാത്രമേ ഈ നൈസാം സലാം പ്രൊഡക്ഷൻസിലേക്ക് ഈ പടം മാറാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതിനകത്താണ് ഈ അഭിലാഷും സാംജിത്തും കൂടെ വിവേകിൻ്റെ കൂടെ സൗഹൃദം കൂടുകയും ഈ പറഞ്ഞ പോലെ ഇവരെ ഫിലിം ചേംബറിൽ കാണിക്കാനും പ്രൊഡ്യൂസർ അസോസിയേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാനും ഈ പടത്തിന് അഗൻസ്റ്റ് കംപ്ലയിൻറ്റ് കൊടുക്കാനെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒറിജിനൽ എഗ്രിമെൻറ്റുമായിട്ട് ഹോൾഡേൻ്റെ മുന്നിൽ ബൂസ്റ്റർ ചായ എന്ന് പറയുന്നത് അവിടെ വരാൻ പറയുന്നത്. അവിടെ വന്ന് ആ എഗ്രിമെൻറ്റ് തട്ടിയെടുത്തിട്ട് ഈ പുള്ളിക്കാരൻ എന്താ ചെയ്തത് വെച്ചാൽ ഇത് ഡയറക്റ്റ് വിവേകിൻ്റെ അടുത്ത് 10 ലക്ഷം രൂപ തരികയാണെങ്കിൽ ഈ ഒറിജിനൽ എഗ്രിമെൻ്റ് എല്ലാം തിരികെ തരാം എന്നുള്ളൊരു ഭീഷണിയാണ് ഇത് ചെയ്തത്. അപ്പോൾ വിവേക് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഡയറക്റ്റായിട്ട് പോയിട്ട് തൗഫീഖിന് ഈ എഗ്രിമെൻറ്റ് കൈമാറുകയും തൗഫീഖ് അത് ഡയറക്റ്റ്ലി നൈസാം സലാമിൻ്റെ അഡ്വക്കേറ്റിൻ്റെയും മുന്നിൽ വെച്ചിട്ട് ആസിഫ് അലിയുടെ മാനേജർക്ക് ഈ സമയം അപ്പൊ നൈസാം സലാം പ്രൊഡക്ഷൻസിലേക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആയിരിക്കുന്ന വ്യക്തിയുടെ പേര് വിവേക്. ഓക്കെ, ലാസ്റ്റ് വന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ആസിഫ് അലിയുടെ മാനേജറും ഇതിനകത്ത് ഈ ഒരു തട്ടിപ്പിനകത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനും കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് വഴിയെ. അപ്പൊ എന്താണെങ്കിലും സംഗതി മനസ്സിലായല്ലോ. ബൂസ്റ്റർ ചായയുടെ അവിടെ വെച്ച് ഇവന്മാര് ഇത് അടിച്ചുകൊണ്ട് പോയി. അതിനു മുമ്പ് ഇവന്മാര് ഇയാളുമായിട്ട് സൗഹൃദം കൂടി. എന്നിട്ട് പറഞ്ഞു ഈ പടത്തിനകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഫിലിം ചേംബറിൽ കേസ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടാതെ ഇവന്മാരിത് തട്ടിയെടുത്തതിന് ശേഷം നൈസായിട്ട് ഇവന്മാര് തന്നെ ഇവിടെയൊക്കെയാണ് സംശയം വരുന്നത്. ലൈക്ക് ഇവന്മാര് മോഷ്ടിച്ചോണ്ട് പോയി എന്ന് വിവേക് പറയുന്നു, കൂടിരിക്കുന്ന ആള് പറയുന്നു ഇവന്മാര് ഫിലിം ചേംബറിൽ കേസ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം എടുത്തുകൊണ്ട് പോകുന്നത്. ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? മോഷ്ടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഡിഫറെന്റ്. ഈ ഒരു ഫിലിം ചേംബറിൽ കേസ് കൊടുക്കാം എന്ന് പറഞ്ഞ് ഈ സാധനം മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് വേറെ തലം രണ്ടും. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഡൗട്ട് ഉണ്ട് ഇവന്മാർ ഈ സംസാരിക്കുന്നതിനകത്ത്. എങ്കിൽ പോലും ഇവർ ഈ പറഞ്ഞു വെച്ചത് വെച്ച് ഇവര് നൈസാം പ്രൊഡക്ഷൻസിലേക്ക് കൊടുക്കാൻ വേണ്ടി ഈ സാധനം അടിച്ചോണ്ട് പോകുന്നു, അല്ലെങ്കിൽ എടുത്തോണ്ട് പോകുന്നു, ചോദിച്ചോണ്ട് പോകുന്നു, വോട്ടവർ എടുത്തോണ്ട് പോകുന്നു. അതിനുശേഷം ഈ വിവേകിനോട് ഇവന്മാർ ഇത് തിരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് ഈ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ആസിഫ് അലിയുടെ
എന്താണ് സിനി ആർട്ടിസ്റ്റ് സർട്ടിഫിക്കറ്റും ഇതെല്ലാം ഡോക്യുമെന്റും എല്ലാം തിരിച്ചു വേണമെങ്കിൽ 10 ലക്ഷം രൂപ വീണ്ടും ചോദിക്കുന്നു. മനസ്സിലായില്ലേ? ഇതാണ് ഏകദേശം മനസ്സിലായിരിക്കുന്നത് എനിക്ക് ഈ ഒരു വിഷയത്തിനകത്തുനിന്ന്. തൗഫീഖ് എന്ന് പറഞ്ഞ ആള് ഓൾറെഡി ആദ്യമേ തന്നെ 1.5 കോടി മേടിച്ചുകൊണ്ട് പോയി. അതിനകത്തുനിന്ന് 45 ലക്ഷം രൂപയാണ് ആസിഫ് അലിക്ക് ഈ പടത്തിന്റെ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ആസിഫിക്ക് അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ആസിഫ് അലി ചിലപ്പോൾ ഇതൊന്നും അറിയാനേ സാധ്യതയില്ല. ഇതിനകത്ത് പിന്നെ ഞാൻ ഈ ഫേസ്ബുക്കിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഈ പടം പിന്നെ മുന്നോട്ട് പോകും തോറും ഈ പടം പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നത് ഈ ഒരു നൈസാം സലാം പ്രൊഡക്ഷൻസും കൂടെ ഈ നമ്മുടെ ആസിഫ് അലിയുടെ പ്രൊഡക്ഷനും രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഈ പടം പിന്നെ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ആസിഫിക്ക് ചിലപ്പോൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഇനിയിപ്പോ ഇയാള് പറയുന്നത് സത്യമാണ്, ഇയാളിൽ നിന്ന് ഇങ്ങനെ 1.5 കോടിയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുള്ളി അറിഞ്ഞു കാണത്തില്ല. ആസിഫ് അലിയുടെ മാനേജർ ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കളിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുമായിരിക്കും. അയാളും കുറച്ച് കാശൊക്കെ മേടിച്ചിട്ടുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ബാക്കിയും കൂടി ഒന്ന് കേൾക്കൂ. കൈമാറുന്നത് ഈ മോഷണത്തിന് പ്രതിഫലമായിട്ട് തോഫീഖ് ആർ അഭിലാഷ് VS അഭിലാഷ് എന്ന് പറയുന്ന ഓളം സിനിമയുടെ ഡയറക്ടറിന് 5 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ലൂസിഫർ സിനിമയുടെ എഡിറ്ററായ സാംജിദ് മുഹമ്മദിന് 3 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇത് നമ്മൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോഫീഖ് ആറിൻ്റെ പാർട്ണറുണ്ട്, പേര് തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല. തോഫീഖ് ആറിൻ്റെ ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസിൻ്റെ പാർട്ണർ ആയ അദ്ദേഹം പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എൻ്റെ കൺമുൻപിൽ വെച്ച് തന്നെയാണ് ഇവർ ആക്ച്വലി കോൺസ്പിറസി നടത്തിയതും ഈ മോഷണത്തിന് പ്ലാൻ ചെയ്തതും ഈ 1.55 കോടി രൂപ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി എല്ലാവരും കൂടി ഒരുമിച്ചിട്ടതും. തോഫീഖ് ആർ ഈ സിനിമ ചെയ്താൽ ഞാൻ ആക്ച്വലി സിനിമയെ കയറി അതിനെ ബ്ലോക്ക് ചെയ്യുമെന്ന് കണ്ടിട്ട് ഇവർ പെട്ടെന്ന് നൈസാം സലാം പ്രൊഡക്ഷൻസിൻ്റെ പേരിലേക്ക് ആസിഫ് അലിയുടെ മാനേജർ നവീൻ, ജിത്ത് പരപ്പനങ്കോട് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ, ഇതിൻ്റെ ഡയറക്ടറായ സേതുനാഥ് എല്ലാവരും കൂടെ കോൺസ്പയർ ചെയ്ത് ഇത് നൈസാം സലാമിന് മറിച്ച് താൽക്കാലികമായി എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. ഇത് മനസ്സിലാക്കിയ കോടതി ഞങ്ങൾക്ക് താൽക്കാലികമായിട്ടൊരു സ്റ്റേ അനുവദിച്ച് തന്നിട്ടുണ്ട്. ഈ സിനിമ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ PK അനീഷ് എന്ന് പറയുന്ന ഒരു ആലപ്പുഴ സ്വദേശി ഈ സിനിമയുടെ പേരിലൊരു സ്റ്റേ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം ഫസ്റ്റ് സ്റ്റേ അനീഷിൻ്റെ ആയിരുന്നു. അയാൾക്ക് ഏകദേശം 28-30 ലക്ഷം രൂപയോളമാണ് കൊടുക്കാനുള്ളത്. നമുക്ക് കിട്ടാനുള്ളത് 1.55 കോടി രൂപയോളമാണ്. അപ്പം ഞങ്ങളിത് നിങ്ങളുടെ മുന്നിൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യത്തെയോ രണ്ടാമത്തെയോ കേസല്ല. നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ചതിയുടെ കഥകൾ ഒരുപാട്, ഇപ്പം മഞ്ഞുമ്മൽ ബോയ്സ് ആണെങ്കിലും അങ്ങനെയുള്ള പല സിനിമകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. ഈ തോഫീഖ് ആർ എന്ന് പറയുന്ന ആൾ ഈ സിനിമയുടെ ഫുൾ സാറ്റലൈറ്റും OTT റൈറ്റ്സും എല്ലാം എനിക്ക് എഴുതി തന്നതായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയാണിത്. അതായത് ഈ പറയുന്ന പോലെ ആസിഫ് അലിക്ക് ഇയാൾ പോയിട്ട് 45 ലക്ഷം, നമ്മുടെ 1.5 കോടിയിൽ നിന്നും 45 ലക്ഷം രൂപ ആസിഫ് അലിക്ക് അഡ്വാൻസ് കൊടുത്തു. 5 ലക്ഷം രൂപ സേതുനാഥ് എന്ന് പറയുന്ന ആൾക്ക് അഡ്വാൻസ് കൊടുത്തു. പിന്നെ ഇതിൻ്റെ തോഫീഖ് ആർ എന്ന് പറയുന്ന എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച ആൾ പറഞ്ഞത് 10 ലക്ഷം രൂപ കമ്മീഷനായിട്ട് ആസിഫ് അലിയുടെ മാനേജർ നവീനും ജിത്ത് പരപ്പനങ്കോടും ആസിഫ് അലി അറിയാതെ വാങ്ങിയിട്ടുണ്ട്. ഇത് എന്നോട് തോഫീഖ് ആർ പറഞ്ഞ കഥയാണ്. ആസിഫ് അലി അറിയാതെ ആസിഫ് അലിയുടെ മാനേജറും ഇതിനകത്ത് പങ്കാളിയായിട്ടുണ്ട്. കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ ഇപ്പൊ എന്താവും? ആസിഫ് അലി ഇതിനകത്ത് പ്രതിയാവും. ആ ഒരു രീതിയിലേക്കൊക്കെ വേണമെങ്കിൽ ഉമാരി കൊണ്ട് എത്തിക്കും ഈ പരിപാടി. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സാധനം എടുത്ത് റിയാക്ട് ചെയ്യാനുള്ള കാരണം, ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കുറച്ച് പൈസ എന്തെങ്കിലും ചെയ്തുണ്ടാക്കിയാൽ ഓക്കെ, എന്നാൽ അത് ഇൻവെസ്റ്റ് ചെയ്യാം സിനിമയിൽ, അങ്ങനെ വല്ല കുറച്ച് കോണ്ടാക്ട് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകൾ കാണും. സോ അങ്ങനെയുള്ളവർ ദൈവത്തെ ഓർത്ത് പ്രോപ്പറായിട്ടുള്ള വഴികളിലൂടെ അല്ലാതെ ഏതെങ്കിലും ഒരുത്തം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കൊണ്ടുവന്ന് തല വെച്ച് കൊടുക്കാതിരിക്കുക. സിനിമ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെ വന്ന് പറഞ്ഞാലും ഒന്ന് ചിന്തിക്കുക, പ്രോപ്പറായിട്ടുള്ള വഴികളിലൂടെയൊക്കെ പോയി ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇങ്ങനെയൊക്കെ പോയി തല വെച്ച് കൊടുക്കരുത്. മനസ്സിലായില്ലേ? പോയപ്പോൾ ആർക്ക് പോയി? ആ വ്യക്തിക്ക് പോയി. അദ്ദേഹം പറയുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സ് അങ്ങനെ നടന്നു, ഇഷ്ടംപോലെ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഉടായ്പകൾ നടക്കുന്നുണ്ട്. ഞാനും അതേ പറയുന്നുള്ളൂ, ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ തെളിയുന്നുണ്ടോ? ഇതൊക്കെ ചിലപ്പോൾ ജനങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. ഇപ്പൊ മഞ്ഞുമലിന്റെ ഒക്കെ വിഷയം കുറച്ചായിട്ട് നമ്മൾ എല്ലാവരും അറിഞ്ഞായിരുന്നു. പക്ഷെ എന്താണ് അതിന്റെ ഒരു എൻഡ്, ഈ ഒരു പ്രശ്നം എങ്ങനെ തീർന്നു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. പ്രശ്നം ഉണ്ടായത് മാത്രം നമ്മൾ അറിഞ്ഞു. പ്രശ്നമൊക്കെ വളരെ ചെറിയ എമൗണ്ട് കൊടുത്ത് ചിലപ്പം സുഖമായിട്ട് ഇവരൊക്കെ ഒതുക്കിയാൽ നമ്മൾ അറിയുമോ? നമ്മൾ അറിയത്തില്ല. ഇതിന്റെ അകത്ത് നടക്കുന്ന ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നതേ അറിയുന്നുള്ളൂ. ഇത് ഒരു പ്രശ്നമായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെ ഇത് തീരുന്നു എന്നുള്ളത് നമ്മൾ ആരും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും പോയി അനാവശ്യമായി കാശ് കൊടുത്ത് ഇങ്ങനെയുള്ള ഉടായ്പകളിൽ ചാടാതിരിക്കുക. പ്രത്യേകിച്ച് ഇത്രയും കാശൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന പൈസയായിരിക്കും. പിന്നെ ഇവരുടെ ഈ വിഷയം ചിലപ്പോൾ സത്യമായിരിക്കാം, ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കള്ളം ഉണ്ടായിരിക്കാം. എനിക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടിട്ട് എവിടെയൊക്കെയോ ഇവർ ഈ പറയുന്നതിനകത്ത് ഒരു കണക്ഷനും ഇല്ലാതെ പോകുന്നു.
അത് ഈ പ്രത്യേകിച്ച് ഇയാളുടെ ഫേസ്ബുക്കിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇയാൾ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. എല്ലാം കൂടെ കേട്ടപ്പോൾ എവിടേക്കോ. പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകൾ ഇരിപ്പുണ്ട്. തെളിവുകൾ ഇൻ ദ സെൻസ് എഗ്രിമെന്റ് ഇരിപ്പുണ്ട്. അത് വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പരിധിയിൽ കൂടുതൽ അദ്ദേഹം പറയുന്നതിനകത്ത് കാണാതിരിക്കേണ്ട കാര്യമില്ല, തള്ളിക്കളയേണ്ട കാര്യമില്ല. ചിലപ്പം മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ സംസാരിക്കുമ്പോൾ ഉള്ളൊരു കോംപ്ലിക്കേഷൻ ആയിരിക്കാം അദ്ദേഹത്തിന്, സംസാരിക്കാൻ പറ്റാതെ പെടുന്നതായിരിക്കാം. അങ്ങനെ നമ്മൾ ചിന്തിക്കണമല്ലോ. അപ്പൊ എന്താണെങ്കിലും ഞാനത് കാണിക്കാനുള്ള കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ആരും പോയി അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള പരിപാടികളിലൊന്നും ചാടാതിരിക്കുക. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അറ്റ്ലാസ് നിങ്ങളുടെ ഇഷ്ടം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.